ഞാൻ ഡോക്ടർ കെ കുഞ്ഞമ്മദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എത്ര തരം പാരൻസ് ഉണ്ടെന്നും അതിലൊന്നാമത്തത് എന്താണെന്നും വിശദമായിട്ട് പറഞ്ഞു. ഈ വീഡിയോയിൽ രണ്ടാമത്തെ പാരന്റിങ് എന്താണ്, അതായത് അതോറിറ്റേറ്റീവ് പാരന്റിങ്, ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് എന്നാണ് ഇതിന് പറയുന്നത്. വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. ഉദാഹരണമായിട്ട് കുട്ടി ഏത് കോഴ്സിനാണ് പോകുന്നത്, ഏത് സ്കൂളിലാണ് കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റൂൾസും റെഗുലേഷൻസും എല്ലാം ഉണ്ടാവും, അത് കുട്ടികൾ പാലിക്കുകയും വേണം. പക്ഷേ ഒരു ദിവസം ഈ കുട്ടിയുടെ ഫ്രണ്ട് ഒരു 6 മണിക്ക് വീട്ടിൽ വന്നു. അവൻ അന്ന് പോയത് ഒരു 7 മണിക്കാണ്. 6 മണിക്ക് പഠിക്കേണ്ട ഈ കുട്ടിക്ക് അന്ന് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്തു പറയുന്നു, ഇന്ന് പ്രശ്നമല്ല, അവൻ വന്നത് കൊണ്ടല്ലേ, അതുകൊണ്ട് മോള് 8 മണിക്ക് പഠിച്ചു തുടങ്ങിക്കോളൂ. പക്ഷെ നാളെ മുതൽ വീണ്ടും എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിലേക്ക് തന്നെ വരണം. ഇങ്ങനെ കൃത്യമായിട്ട് റൂൾസും റെഗുലേഷൻസും ഉണ്ടെങ്കിലും ആവശ്യമായ ഫ്ലെക്സിബിലിറ്റി വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്നെയും കൂടി പരിഗണിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അതുപോലത്തെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമുക്കറിയാം, പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ നല്ല കോൺഫിഡൻസോട് കൂടിയും വീട്ടുകാരോട് ഇഷ്ടത്തോടു കൂടിയും വീടിനോടുള്ള ഇഷ്ടത്തോടു കൂടിയും ജീവിക്കുന്നത് കൊണ്ടും നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് ഏറ്റവും നല്ല പാരന്റിങ് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്.